എല്ലാവരെയും കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇനിയും അർഹരായിട്ടുള്ള ആളുകളും അർഹതയുള്ള പ്രദേശങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ലിമിറ്റഡ് നമ്പേഴ്സാണ്. അതിൻ്റെ ഉള്ളിൽ പാർട്ടിക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യം പാർട്ടിയും മുന്നണിക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ മുന്നണിയും ചെയ്തു എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ UDF നേതൃത്വം ആലോചിച്ച് പിന്നെ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുമായിരിക്കും. അതെ, ഞാൻ വർക്കിംഗ് എന്നുള്ള ഞങ്ങളതിലെ രണ്ടാമത്തെ വാചകം പ്രസിഡന്റാണ് കാണുന്നത്, ഞാൻ അതിലെ ഒന്നാമത്തെ വാചകം വർക്കിംഗ് ആണ് കാണുന്നത്. അപ്പം അതിലെ ഒന്നാമത്തെ കാര്യങ്ങൾ തുടരുക. ഇപ്പോൾ പ്രസിഡന്റ് ചർച്ചയൊന്നും എവിടെയും ആരംഭിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ വർക്കിംഗ് പ്രസിഡന്റിലെ വർക്കിംഗ് എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ കഴിയാവുന്ന തരത്തിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അത് തുടരുക എന്നുള്ളതാണ് ഞങ്ങളുടെ മേലെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം. മറ്റേതൊരു സന്തോഷമാണ്. ഒപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകർ, ഞങ്ങളുടെ പ്രസിഡന്റ് മന്ത്രിസഭയിലേക്ക് വരുന്നു. പ്രസിഡന്റ് എന്ന് ആദ്യമായിട്ട് ഞാൻ വിളിച്ച ഒരാൾ വിഷ്ണുവേട്ടനാണ്. KSU പ്രസിഡന്റായി പട്ടാമ്പി കോളേജിലെ KSU പ്രവർത്തനം നടന്ന കാലത്ത് ഞങ്ങളുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ വന്നു. അദ്ദേഹത്തെ പ്രസിഡന്റ് എന്ന് വിളിച്ച ആളിപ്പോൾ അദ്ദേഹം മന്ത്രിയായിട്ട് മാറുന്നു. അതുപോലെ തന്നെ പിന്നെ അനിലേട്ടൻ വളരെയധികം വ്യക്തിബന്ധവും ആദ്യത്തെ ടേമിൽ MLA ആയപ്പോൾ പാലക്കാടിന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അനുവദിച്ച മന്ത്രിയാണ്. ഉമ്മൻചാണ്ടി സാറുടെ നേതൃത്വത്തിൽ അനിലേട്ടനായിരുന്നു അന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അത്രയും വ്യക്തിബന്ധവും അടുപ്പമുള്ള ആളുകളൊക്കെ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുക, അതിൽ തീർച്ചയായിട്ടും അതിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം.